ബുദ്ധിമതികളായ വനിതകൾക്ക് കന്യകകൾ മാത്രമാണ് ആ മണവാളിനെ എതിരേൽക്കുവാനും വിവാഹ ഇതിൽ പങ്കെടുക്കാനും സാധിച്ചുള്ളൂ. നമ്മൾ ജീവിത ആരംഭം മുതൽ ക്രൈസ്തവരായി നമ്മൾ വിശ്വാസം സംരക്ഷിച്ചുകൊണ്ട് മരണം വരെ ജീവിക്കാൻ കടപ്പെട്ട വ്യക്തികളാണ്. നമ്മുടേതായ വിശ്വാസം സംരക്ഷിക്കുക, വിശ്വാസത്തിന് വേണ്ടി ധീര മരണം വരിക്കാൻ പോലും നമ്മുടെ സംഘടനയായിട്ടുള്ളതായ ജീവിതമാണ് കെട്ടിപ്പടുക്കേണ്ടത്. വിശ്വാസം നമ്മൾ നഷ്ടപ്പെടുത്താതിരിക്കാൻ ആത്മാർത്ഥമായി പരിശ്രമിക്കേണ്ടതുണ്ട്. ആ വിശ്വാസം ഉണ്ടെങ്കിൽ മാത്രമേ യേശു നമുക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന സ്വർഗീയ സൗഭാഗ്യം അനുഭവിക്കാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. ആ ഒരുക്കത്തിൽ നോക്കിയെങ്കിൽ നിങ്ങൾക്കൂടെ പങ്കെടുക്കാം. ദൈവം സഭയിലൂടെ നമുക്ക് ലഭിച്ചിരിക്കുന്ന വിശ്വാസം കാത്തുവഹിക്കുവാനും വിശ്വാസത്തിലെ ജീവിതത്തിലുണ്ടാകുന്ന എല്ലാ പ്രലോഭനങ്ങളെയും അതിജീവിക്കാനുള്ളതായ ശക്തി ലഭിക്കുന്നതിന് വേണ്ടി യേശുവിൻ്റെ മാധ്യസ്ഥനായി അപേക്ഷിച്ചുകൊണ്ട് നമുക്ക് ഈ മറ്റോടെ പങ്കെടുത്ത് പ്രാർത്ഥിക്കാം. നമ്മുടെ ബലഹീനയാക്കിയതുമായിട്ടുള്ള എല്ലാ പാവങ്ങളെപ്പറ്റി നമുക്ക് മനസ്സരിച്ചുകൊണ്ട് നമുക്ക് പശ്ചാത്താപതയും എല്ലാ പാവങ്ങൾക്ക് യേശുവിനോട് ആപേക്ഷിക്കാം. സർവശക്തനായ ദൈവത്തോടും സർവശക്തനായ ദൈവം കഴിഞ്ഞ പാപങ്ങൾ പുറത്ത് നമ്മൾ ഇന്നത്തെ ജീവിതത്തിലേക്ക് നയിക്കുമാറാകട്ടെ.
അങ്ങയുടെ ശക്തിയും മഹത്വവും ദർശിക്കാൻ ഞങ്ങൾ വിശുദ്ധ മന്ദിരത്തിൽ വന്നു. അങ്ങയുടെ കാര്യം ജീവനേക്കാൾ കാമ്യമാണ്. എൻ്റെ ആദരങ്ങൾ അങ്ങയെ സ്തുതിക്കും. ദൈവമേ, എൻ്റെ ആത്മാവ് അങ്ങേക്കായി ദാഹിക്കുന്നു. എൻ്റെ ജീവിതകാലം മുഴുവൻ ഞാൻ അങ്ങയെ പുകഴ്ത്തും. ഞാൻ കൈകളുയർത്തി അങ്ങയുടെ നാമം വിളിച്ചപേക്ഷിക്കും. കിടക്കെ ഞാൻ അങ്ങയെ ഓർക്കും. ദൈവമേ, എൻ്റെ ആത്മാവ് അങ്ങേക്കായി ദാഹിക്കുന്നു. രാത്രിയാമങ്ങളിൽ അങ്ങയെക്കുറിച്ച് ധ്യാനിക്കുകയും ചെയ്യുമ്പോൾ ഞാൻ മജ്ജയും മേജസ്സും കൊണ്ടെന്ന പോലെ സംതൃപ്തി അടയുന്നു. എൻ്റെ ആദരങ്ങൾ അങ്ങേക്ക് ആനന്ദഗാനം ആലപിക്കും. അവിടുന്ന് എൻ്റെ സഹായമാണ്. അങ്ങയുടെ ചിറകിൽ ഞാൻ ആനന്ദിക്കും. ദൈവമേ, എൻ്റെ ആത്മാവ് അങ്ങേക്കായി ദാഹിക്കുന്നു. വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ തെസ്സലോനിക്കർക്ക് എഴുതിയ ഒന്നാം ലേഖനത്തിൽ നിന്ന്. കർത്താവിന്റെ പ്രത്യാഗമനം വരെ നമ്മിൽ ജീവനോടെ ആയിരിക്കുന്നവർ നിദ്ര പ്രാപിച്ചവർക്ക് മുന്നിലായിരിക്കുകയില്ലെന്ന് കർത്താവിന്റെ വചനത്തെ ആധാരമാക്കി ഞങ്ങൾ പറയുന്നു. എന്തെന്നാൽ അധികാരപൂർണമായ ആജ്ഞാവചനം കേൾക്കുകയും പ്രധാന ദൂതന്റെ ശബ്ദം ഉയരുകയും ദൈവത്തിന്റെ കാഹളധ്വനി മുഴങ്ങുകയും ചെയ്യുമ്പോൾ കർത്താവ് സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരികയും ക്രിസ്തുവിൽ മരണമടഞ്ഞവർ ആദ്യം ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യും. അപ്പോൾ ജീവിച്ചിരിക്കുന്നവരായി നമ്മിൽ അവശേഷിക്കുന്നവർ ആകാശത്തിൽ കർത്താവിനെ എതിരേൽക്കാനായി അവരോടൊപ്പം മേഘങ്ങളിൽ സംഭവിക്കപ്പെടും. അങ്ങനെ നാം എപ്പോഴും കർത്താവിനോടുകൂടെ ആയിരിക്കുകയും ചെയ്യും. അതിനാൽ ഈ വാക്കുകളാൽ നിങ്ങൾ പരസ്പരം ആശ്വസിക്കുകയും. കർത്താവിന്റെ വചനം. അതുപോലെ തയ്യാറായിരിക്കുകയും ചെയ്യുവിൻ. എന്തെന്നാൽ മനുഷ്യപുത്രൻ എപ്പോഴാണ് വരികയെന്ന് നിങ്ങൾക്ക് നിശ്ചയമില്ല. അക്കാലത്തെ ശിഷ്യന്മാരുടെ ആദേശം ചെയ്തു. സ്വർഗരാജ്യം വിളക്ക് കൊടുത്ത് മണവാളനെതിരേൽക്കാൻ പുറപ്പെട്ട പത്ത് കന്യകർക്ക് സദൃശ്യം. അവരുടെ ജീവൻ വിവേകശൂന്യരും 500 വിവേകമതികളുമായിരുന്നു. വിവേകശൂന്യകൾ വിളക്കെടുത്തപ്പോൾ എണ്ണ കരുതിയില്ല. വിവേകമതികളാകട്ടെ വിളക്കുകളിൽ വിളക്കുകളോടൊപ്പം പാത്രങ്ങളിൽ എണ്ണയും എടുത്തിരുന്നു. മണവാളൻ വരൻ വൈകി ഉറക്കം വരികയാൽ കന്യകമാർ കിടന്നു തുടങ്ങി. അർദ്ധരാത്രിയില മണവാളൻ പുറത്തുവന്ന് അവരെതിരേൽക്കുമെന്ന് ആർത്തോടെയുണ്ടായി. ആ കന്യകമാരെല്ലാം ഉണർന്ന് വിളക്കുകൾ തെളിച്ചു. വിവേകശൂന്യകൾ വിവേകമതികളോട് പറഞ്ഞു, ഞങ്ങളുടെ വിളക്കുകൾ അണഞ്ഞു പോകുന്നതിനാൽ നിങ്ങളുടെ എണ്ണയിൽ കുറെ ഞങ്ങൾക്ക് തരിക. വിവേകമതികൾ മറുപടി പറഞ്ഞു, നിങ്ങൾക്ക് മതിയാകാതെ വരുമെന്നതിനാൽ നിങ്ങൾ വിൽപ്പനക്കാരുടെ അടുക്കൽ പോയി വാങ്ങിക്കൊള്ളുകയും. അവർ വാങ്ങാൻ പോയപ്പോൾ മണവാളൻ വന്നു. ഒരുങ്ങിയിരുന്നവർ അവരോടുകൂടെ വിവാഹവിരുന്നിനകത്ത് പ്രവേശിച്ചു. വാതിലടയ്ക്കപ്പെടുകയും ചെയ്തു. പിന്നീട് മറ്റേ കന്യകമാർ വന്ന് കർത്താവെ ഞങ്ങൾക്ക് വെറുതെ തരണമെന്ന് അപേക്ഷിച്ചു. അവൻ പ്രതികരിച്ചു, സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, ഞാൻ നിങ്ങളെ അറിയുകയില്ല. അതുകൊണ്ട് ജാഗ്രതരായിരിക്കുകയും ആ ദിവസമോ മണിക്കൂറോ നിങ്ങൾക്ക് അറിയില്ല. കർത്താവിൻ്റെ സുവിശേഷം. ഏകദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു.
സൃഷ്ടിക്കപ്പെട്ട് മനുഷ്യരായ നമുക്ക് വേണ്ടി നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി അവിടുന്ന് സ്വർഗ്ഗത്തിൽ പരിശുദ്ധാത്മാവിനാൽ അനികായ ശരീരം സ്വീകരിച്ച് മനുഷ്യനായി തീർന്ന് പോന്തിയസ് പിലാത്തോസിന്റെ കാലത്ത് നമുക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട് പീഡകൾ സഹിച്ച് മരിച്ച് അടക്കപ്പെട്ട് വിശരീരമനുസരിച്ച് മൂന്നാം ദിവസം ഉയർത്തുകയും സ്വർഗ്ഗത്തിൽ ആരാധന ചെയ്യുകയും പിതാവിനെ വന്നിരിക്കുകയും ചെയ്യുന്നു. ജീവിക്കുന്നവരെ ചർച്ചയിലിരിക്കാൻ അവിടുന്ന് മഹത്വത്തോടെ വേണ്ടത് അവിടുത്തെ രാജ്യത്തിന് അവസാനം ഉണ്ടാകുകയില്ല. കർത്താവും ജീവിതാതാവും പിതാവിനും പുത്രനും പുറപ്പെടുന്നവനും പിതാവിനും പുത്രനോടൊപ്പം ആരാധിക്കപ്പെടുന്നവരും സൃഷ്ടിക്കപ്പെടുന്നവനും പ്രവാചകന്മാരും സംസാരമായ പരിശുദ്ധാത്മാവിൽ ഞാൻ വിശ്വസിക്കുന്നു. ഏകവും ഇഷ്ടവും സ്വാതന്ത്ര്യവും അപ്പോസ്തലികമായ സഭയിലും ഞാൻ വിശ്വസിക്കുന്നു. പാപങ്ങളുടെ മോചനത്തിനായുള്ള ഏകജ്ഞാനസ്നാനം ഞാൻ ഏറ്റുപറയുകയും മരിച്ചവരുടെ അല്പം വരാനിടയിൽ ചെയ്യുന്നവർ ഞാൻ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നു. ആമേൻ. പ്രിയ സഹോദരരെ, എല്ലാ മനുഷ്യരക്ഷപ്പെടണമെന്നും സത്യത്തിനറിവിലേക്ക് വരണമെന്ന് ആഗ്രഹിക്കുന്ന സർവശക്തനായ പിതാവ് ദൈവത്തിൻ്റെ പക്കലേക്ക് നമ്മുടെ ഹൃദയങ്ങളെ ഉയർത്താം. ദൈവത്തിൻ്റെ വിശുദ്ധ സഭയ്ക്ക് വേണ്ടി കർത്താവെ സഭയ്ക്ക് ആനുകൂല്യങ്ങൾ സംരക്ഷിക്കുകയും പരിപാലിക്കുകയും ചെയ്യണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ലോകം മുഴുവനുള്ള ജനതകൾക്ക് വേണ്ടി കർത്താവ് അവരുടെ ഇടയിൽ കനിവാർന്ന പ്രതിയെ നിലനിർത്തണമെന്ന് കർത്താവെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. വിവിധ ആവശ്യങ്ങളാൽ നിലനിൽക്കുന്ന എല്ലാവർക്കും വേണ്ടി കർത്താവ് എല്ലാവർക്കും രണ്ടാമത് ആശ്വാസവും അനുഗ്രഹവും നൽകി അനുഗ്രഹിക്കണമെന്ന് കർത്താവെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നമുക്ക് നമ്മുടെ സമൂഹത്തിന് വേണ്ടി കർത്താവ് നമ്മളെല്ലാവരെയും വർദ്ധിച്ച് സ്വീകാര്യമായ ഒരു വസ്തുക്കളാക്കി രൂപാന്തരപ്പെടുത്തണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. എല്ലാ പ്രവർത്തികളിൽ നിന്നും പരീക്ഷാശക്തികളിൽ നിന്നും രക്ഷിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ അതേ ശക്തിയുമായ ദൈവമായ ഈ സഭയുടെ ഭക്തിപരമായ പ്രാർത്ഥന ശ്രമിക്കണമേ. എന്തെന്നാൽ കാരണത്തിലൂടെ ഞങ്ങളിയാണല്ലോ ഞങ്ങൾ വിശ്വാസവും യാചിക്കുന്ന പ്രകാരം സാക്ഷിക്കണമേ. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടുകൊള്ളണമേ. സഹോദരരെ, നമ്മളർപ്പിക്കുന്ന രീതിയിൽ സർവശക്തന പിതാവായ ദൈവത്തിന് സ്വീകാര്യമാകാൻ വേണ്ടി പ്രാർത്ഥിക്കുകയാണ്.
പരിശുദ്ധൻ 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 സൈന്യങ്ങളുടെ കർത്താവ് ദൈവം പരിശുദ്ധൻ ദൈവം പരിശുദ്ധൻ നിരുപമേ മഹിമകളാ നിറഞ്ഞു വിഗ്രഹവും ഹോസാന ഹോസാന അത്യുന്നതങ്ങളിൽ ഹോസാന കർത്താവിൻ തിരുനാമത്തിൽ വരുവോവേഗം ധന്യനുമാ ഹോസാന ഹോസാന അത്യുന്നതങ്ങളിൽ ഹോസാന. കർത്താവേ, അങ്ങ് സത്യമായ പരിശുദ്ധനാകുന്നു. അങ്ങ് സൃഷ്ടിച്ച സർവ്വജരാചരങ്ങളും സമുചിതമായ അങ്ങയെ വാഴ്ത്തുന്നു. എന്തുകൊണ്ടെന്നാൽ അങ്ങേ പുത്രനും ഞങ്ങളുടെ കർത്താവുമായ യേശുക്രിസ്തു വഴി പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയായ പ്രവർത്തനത്താലും അങ്ങ് പ്രപഞ്ചം ഉജ്ജീവിപ്പിക്കുകയും പ്രവർത്തനീകരിക്കുകയും ചെയ്യുന്നു. സൂര്യോദയം മുതൽ അസ്തമയം വരെ നിർമ്മലമായ നിലയിൽ അങ്ങേ നാമത്തിൽ അർപ്പിക്കപ്പെടുന്നതിനെ ഒരു ജനത്തെ ഒരുമിച്ച് കൂട്ടിൽ നിന്നും അങ്ങ് ലഭിക്കുന്നില്ല. അതുകൊണ്ട് കർത്താവെ, താഴ്മയോടെ ഞങ്ങൾ അപേക്ഷിക്കുന്നു. വിശദീകരിക്കാനായി അങ്ങേക്ക് ഞങ്ങൾ കൊണ്ടുവന്നിരിക്കുന്ന തിരുമൽക്കാക്ഷികൾ അതിയാത്മാവാൽ പവിത്രമാക്കാൻ കഴിയണമേ. അങ്ങനെ അങ്ങേ ദൈവപുത്രനും ഞങ്ങളുടെ കർത്താവുമായ യേശുക്രിസ്തുവിൻ്റെ തിരുശരീരവും തിരുരക്തവുമായി തീരുമാറാകട്ടെ. അവിടുത്തെ കൽപ്പന അനുസരിച്ച് ഈ ദൈവരഹസ്യങ്ങൾ ഞങ്ങൾ ആഘോഷിക്കുന്നു. എന്നാൽ അവിടെ തോറ്റി കൊടുക്കപ്പെട്ട രാത്രിയിൽ അക്കമെടുത്ത് അങ്ങേക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ചുകൊണ്ട് ആശീർവദിച്ച് മുറിച്ച് തന്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു. എല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. എന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടി അർപ്പിക്കാനിരിക്കുന്ന എൻ്റെ ശരീരം ആകുന്നു. അപ്രകാരം അത്താഴം കഴിഞ്ഞ് പാനപാത്രമെടുത്ത് അങ്ങേക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ചുകൊണ്ട് ആശീർവദിച്ച് തന്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു. എല്ലാവരും വാങ്ങി ഇതിൽ നിന്ന് കുടിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടിയും അനേകർക്ക് വേണ്ടിയും പാപമോചനത്തിനായി ചിന്തപ്പെടാനിരിക്കുന്ന രക്തത്തിൻ്റെ നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ പാനപാത്രമാകുന്നു. ഇത് നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുകയും. വിശ്വാസത്തിൻ്റെ രഹസ്യം. ആദിയുടെ കർത്താവെ, അവിടുത്തെ മരണവും ഉയർത്തും ഓർത്തുകൊണ്ട് അങ്ങേക്ക് രൂപമേൽ നിൽക്കുന്നതിനും അങ്ങയെ പരിചരിക്കുന്നതിനും അർഹരാക്കി തീർത്തതിന് ഞങ്ങൾ നന്ദി പറഞ്ഞുകൊണ്ട് ജീവന്റെ അപ്പവും രക്ഷയുടെ പാനപാത്രവും ഞങ്ങൾ അങ്ങേക്ക് അർപ്പിക്കുന്നു. ക്രിസ്തുവിൻ്റെ ശരീരത്തിൽ രക്തത്തിൽ പങ്കുചേർന്ന് ഞങ്ങളെ പരിശുദ്ധാത്മാവിൽ ഒന്നാക്കി ചേർക്കണമെന്ന് താഴ്മയോടെ ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവെ, ലോകമെങ്ങും വ്യാപിച്ചു കിടക്കുന്ന അങ്ങേ സഭയെ ഓർക്കണമേ. ഞങ്ങളുടെ ഫ്രാൻസിസ് പാപ്പായോടും ഞങ്ങളുടെ രൂപതാധ്യക്ഷനായ ജോസഫ് മെത്രാപ്പൊലീത്തായോടും വൈദികത്തോടുമൊത്ത് സഭയെ അങ്ങ് സ്നേഹത്തിൻ്റെ പൂർണ്ണതയിലെത്തിക്കണമേ. ഉയർത്തലുകൾക്ക് യേശുവിനെ നിലകൊള്ളുന്ന ഞങ്ങളുടെ സഹോദരങ്ങളെയും അങ്ങേ കാരണത്തിൽ മരണമടഞ്ഞ സഹോദരനെയും ഓർക്കുകയും അങ്ങേ മുഖത്തിൻ്റെ പ്രകാശത്തിലേക്ക് അവരെ സ്വീകരിക്കുകയും ചെയ്യണമേ. ഞങ്ങളെല്ലാവരും കനിയണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ദൈവമാതാവായ പരിശുദ്ധ കന്യകാമറിയത്തോടും ആ കന്യകയുടെ ഭർത്താവായ യോസേഫിനോടും അനുഗ്രഹിക്കുന്നതായ അപ്പോസ്തലന്മാരോടും കാലാകാലങ്ങളിൽ അങ്ങയെ പ്രസാദിപ്പിച്ച സർവ്വവിശുദ്ധരോടും മറ്റ് നിത്യജീവനിൽ പങ്കുകയറാൻ അർഹരാക്കുകയും അങ്ങേ പുത്രനായ യേശുക്രിസ്തു വഴി ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുകയും ബോധപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ. ക്രിസ്തുവിലൂടെ ക്രിസ്തുവിനോടുകൂടെ ക്രിസ്തുവിൽ തന്നെ സർവ്വ
എന്നും എന്നേക്കും. പിതാവാദികൾക്ക് മാത്രം നൽകുന്നതിന് നമ്മൾ പരസ്പരം ക്ഷമിക്കാൻ നിങ്ങൾ പ്രാപ്തരാക്കുന്നതിന് വേണ്ടി നമുക്കിപ്പോൾ ഭക്തിയോടുകൂടി പ്രാർത്ഥിക്കാം. സ്വർഗ്ഗത്തിൽ വാഴും ഞങ്ങൾ തൻ താരാ നിൻ നാമം പൂജിതമാകണമേ. വരണം നിൻ രാജ്യം സ്വർഗ്ഗത്തിലെ പോൽ നിന്നുള്ള ആലയമാകണം. അന്നു വീണ്ടും ഒരാഹാരം ഞങ്ങൾക്കു നൽകുമാറാകണമേ. അങ്ങേതൻ ദ്രോഹം ഞങ്ങൾ ക്ഷമിക്കുമ്പോൾ ഞങ്ങൾ ദ്രോഹം നീ ക്ഷമിക്കാം. പരീക്ഷയിൽ ഉൾപ്പെടുത്താതെ തിന്മയിൽ നിന്നു നീ കാക്കണം. കർത്താവേ, എല്ലാ തിന്മകളിൽ നിന്നും ഞങ്ങളെ മോചിപ്പിക്കണമേ. ഞങ്ങളുടെ ദിവസങ്ങളിൽ സമാധാനകരമാതെ നൽകണമേ. അനുഗ്രഹപൂർണമായ പ്രത്യേകിച്ച് ഞങ്ങളുടെ രക്ഷകനായ യേശുക്രിസ്തുവിൻ്റെ ആഗമനം പ്രതീക്ഷിച്ചുകൊണ്ട് അംഗീകരണയുടെ സഹായ ശക്തി പ്രാപിച്ച് ഞങ്ങളെപ്പോഴും പാപത്തിൽ നിന്ന് മോചിതരാകുകയും എല്ലാവിധത്തിൽ നിന്ന് സുരക്ഷിതരാകുകയും ചെയ്യുമാറാകട്ടെ. സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു, എൻ്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ തരുന്നു എന്നങ്ങ് അപ്പോസ്തലന്മാരോട് പരീക്ഷിതർക്കായ യേശുക്രിസ്തുവേ, നിങ്ങളുടെ പാപങ്ങളെല്ലാം പിന്നെ അങ്ങേ സഭയുടെ വിശ്വാസം നിൽക്കാൻ പാർത്ത് അങ്ങേ കഴിവിടമനുസരിച്ച് സഭയ്ക്ക് സമാധാനവും ഐക്യം നൽകുവാൻ കഴിയണമേ. എന്നും ജീവിക്കുവാനും ചെയ്യുന്ന നിങ്ങളുടെ പ്രാർത്ഥന കേട്ടുകളയണമേ. കർത്താവിൻ്റെ സമാധാനം നിങ്ങളോടുകൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. നമുക്ക് പരസ്പരം സമാധാനം ആശംസിക്കാം. ലോകത്തിൻ പാവങ്ങൾ നീക്കിടും ദൈവത്തിൻ കുഞ്ഞാടേ, ഞങ്ങളെ നീ കനിയണമേ. ലോകത്തിൻ പാവങ്ങൾ നീക്കിടും ദൈവത്തിൻ കുഞ്ഞാടേ, ഞങ്ങളെ കനിയണമേ. ഞങ്ങളെ കനിയണമേ. ലോകത്തിൻ പാവങ്ങൾ നീക്കിടും ദൈവത്തിൻ കുഞ്ഞാടേ, ഞങ്ങൾക്കു ശാന്തി നൽകണമേ. ഞങ്ങൾക്കു ശാന്തി നൽകണമേ. ദൈവത്തിൻ്റെ കുഞ്ഞാണ്, ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്നവൻ. ദൈവകുഞ്ഞാടിൻ്റെ വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരിക്കുന്നവർ ഭാഗ്യവാന്മാർ. എൻ്റെ ആത്മാവാസം പ്രാപിക്കും.
യേശുവേ നിൻ സ്നേഹമാ മാറികളയാം ഞാൻ. ജീവനും എൻ ഭാരവും നിന്നിലേക്കാം ഞാൻ. യേശുവേ നിൻ സ്നേഹമാ മാറികളയാം ഞാൻ. ജീവനും എൻ ഭാരവും നിന്നിലേക്കാം ഞാൻ. ഈ വഴിയാ തളരാതെ നീങ്ങാനാ. ഈ വഴിയാ തളരാതെ നീങ്ങാനാ. നീ വഴി ജീവനാ ജീവനേ പൂജ്യമാ പിരിയാതെ വിവാഹ പരസ്യം. ഈ ഇടവക ഉറുപ്പശ്ശേരി തോമസിൻ്റെയും എലിസബത്തിൻ്റെയും മകൻ കെവിൻ ജോസഫും ഒരുക്കുമാടം ജപമാല രാജ്ഞി പള്ളി ഇടവക വടശ്ശേരി ജാക്സന്റെയും ഗാളീസിൻ്റെയും മകൻ ടെൽമയും തമ്മിലുള്ള വിവാഹം നിശ്ചയിച്ചിരിക്കുന്നു. ഈ വിവാഹം ഈ 1-ാമതായി പോകുന്നു. ഈ വിവാഹത്തിന് കാരുണ്യമായ എന്തെങ്കിലും തടസ്സങ്ങളുണ്ടെങ്കിൽ ബഹുമാനപ്പെട്ട വികാരിയച്ഛനെ അറിയിക്കേണ്ടതാണ്. വിഷയമായ കവറുകൾ പള്ളിയിലെത്തിയിട്ടുണ്ട്. കുടുംബയോഗ ജീവന്മാർ എല്ലാ വീടുകളും അധിഷ്ഠിക്കണമെന്ന് പ്രത്യേകം പ്രവർത്തിക്കുന്നു. വിഷയമായ കവറുകളില്ലാത്തതുകൊണ്ട് വീടുകളിൽ നിന്നുള്ള സംഭാവനകൾ വീടുമാർ ശേഖരിച്ച് അത് പള്ളിയിലെത്തിക്കാൻ വേണ്ടി പ്രത്യേകം പ്രവർത്തിക്കുന്നു. കർത്താവ് രക്ഷിക്കുന്നു. സത്യനാരായണൻ ഞങ്ങളോട് പറയുന്ന പ്രാർത്ഥിക്കുകയും യാചിക്കുകയും ചെയ്യുന്ന ഇതും ലഭിക്കുമെന്ന് വിശ്വസിക്കുകയും അത് നിങ്ങൾക്ക് സാധിച്ചു കിട്ടും. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവെ, ജീവനാഥത്തിൽ പരിപുരുഷരായി അംഗീകാരണക്കാരൻ അപേക്ഷിക്കുന്ന ഞങ്ങൾ അംഗീകൃതത്തിൽ അർപ്പിക്കുന്നു. അങ്ങേ ആത്മാവിൻ്റെ വർഷത്താൽ സ്വർഗീയ ശക്തി പ്രവേശിച്ചവരിലെല്ലാം നിഷ്കളങ്കരുടെ കൃപ നിലനിർത്തണമേ. എല്ലാ സ്വർഗീയ ദാനങ്ങളും ഞങ്ങളിലേക്ക് വർഷിക്കണമേ. വൈശേഷക്തികളിൽ നിന്നും പിശാചിന്റെ ബാധകളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കുകയും ചെയ്യണമേ. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടുകളയണമേ. കർത്താവ് നിങ്ങളോടുകൂടെ. സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. പോകുവിൻ, ദൈവത്തോട് സമാധിച്ചു. നിത്യവിശുദ്ധയ കന്യാമറിയാം നീ നാമം വാഴ്ത്തപ്പെടട്ടെ. നന്മ നിറഞ്ഞ സ്നേഹവാത്സല്യങ്ങൾ ഞങ്ങൾക്കനുഗ്രഹമാകട്ടെ. നിത്യവിശുദ്ധയ കന്യാമറിയാം നീ നാമം വാഴ്ത്തപ്പെടട്ടെ. നന്മ നിറഞ്ഞ സ്നേഹവാത്സല്യങ്ങൾ ഞങ്ങൾക്കനുഗ്രഹമാകട്ടെ.
Sehingga saya menemukan